ഉണർത്തുന്ന ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് കോമഡി സൂപ്പർ നൈറ്റ് 2. ഞാനാണെങ്കിൽ വൈദ്യശാലയിൽ വന്നിട്ട് ഒരു ദിവസമായേ ഉള്ളൂ. എന്നെ ഇതെല്ലാം ഏൽപ്പിച്ചിട്ട് ഈ വൈദ്യ ഇതവിടെ പോയി കിടക്കുന്നു. 16 കൊല്ലം. എന്തോന്ന് പറഞ്ഞാലും 16 കൊല്ലം. ഇവന്റെ 16 അടിയന്തരായിരുന്നു 2 ഇഡ്ഡലിയെങ്കിലും തിന്നായിരുന്നു. അതും ഇല്ല. ആശാനേ, ആശാനേ, അല്ല ആശാൻ, എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഈ സാധാരണ ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഗണപതിക്ക് വിളക്ക് വയ്ക്കും, മേലിലോട്ട് നോക്കി തൊഴും. എന്തിനാണ് ആശാൻ ഇയാളെ കാലോട്ട് തൊഴുന്നത്? അതൊക്കെ പണ്ട് എടുത്ത് ആരാന്നറിയാവോ? എന്റെ ഗുരുവാണ് ഗുരു. നമ്മള് ഗുരുവിനെ നമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ. 16 വർഷമായിട്ട് എന്റെ കൂടെ ഉണ്ട്. എന്റെ വളർച്ചയ്ക്ക് പ്രധാന കാരണം ഈ ഗുരുവാ. ഓഹോ, അറിയാമോ? ഇതെന്താ ഇത്? ഇത് മറ്റേ വേപ്പലയും 5-6 പില്ലും 2-3 വയ്ക്കൊരു. കാട്ടെ കാട്ടെ, ഇങ്ങനെയാണാ പറഞ്ഞത്. ലേശം കൂടെ റെഡിയാവുണ്ട് കേട്ടോ. എന്താണ് ഇത്? പുന്നമടക്കായില്ല വള്ളം കളിയാ. ആശാനെ പഠിച്ചു വരുന്നേ ഉള്ളൂ. പഠിച്ചു വരുന്നേ ഉള്ളു. നിന്നോട് അണ്ടകടാതി ഗുണ്ടകടാച്ചി. ആശാനെ ഇളക്കുന്ന ശരിയല്ല, എന്നെ മൂത്തൊക്കെ ചീത്ത വിളിക്കും. എടാ അതല്ലെന്ന്, അണ്ടകടാച്ചി കുണ്ടകടാക തേയില ഉണ്ടാക്കണ്ടേ? ആ തൈല ഉണ്ടാക്കാനുള്ള തെറ്റപ്പണി ചെയ്യണത്. ആശാൻ ഇതൊന്നും പറയാ എനിക്ക് അറിഞ്ഞൂടാ ആശാനെ. ഞാൻ പറഞ്ഞ വല്ല തള്ളക്കുളിയായി. ഇതൊന്നും പറയാൻ അറിഞ്ഞൂടാ. നീ ഇന്നലെ ഇങ്ങോട്ട് വന്നാലേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഈ ആയുർവേദത്തിൽ. മനസ്സിലായ? ഒരുപാട് മരുന്നുകളുടെ പേര് നമ്മൾ ആരെങ്കിലും ഒക്കെ വരുമ്പോ പറയണം. അത്തി ഇത്തി ചെത്തി ചെമ്പരത്തി അരിത് മരുന്ന് ചെറുതേര് വരുമ്പോ തേങ്ങ വേണ്ട മാങ്ങ മുങ്ങ കയാമ്പോ കരയാമ്പോ കരിങ്ങാട്ടപ്പോ ചകിരി ചിരട്ടി ചാക്കരി നെല്ലിക്ക താതിക്ക കോവയ്ക്ക വെണ്ടയ്ക്ക പാവയ്ക്ക മുതലായ ദിവ്യ ഔഷധങ്ങൾ ഉരുളിട്ട് അരച്ചു പിഴിഞ്ഞാണ് നമ്മൾ ഈ സാധനം ഉണ്ടാക്കുന്നത്. അതൊക്കെ നമ്മൾ പറയണം. ഇങ്ങനെയൊക്കെ പറയാൻ അറിയാവാ? വൈകിട്ട് നീ വൈകിട്ട് 80 ഇട്ടാ ഞാനും വൈകിട്ട് 80 ഇട്ടു. നമുക്ക് ഒരുമിച്ച് അടിക്കാൻ ചെയ്യേഷ്. നീ നല്ല ശിഷ്യനാണ് കേട്ടോ. എന്നാലും ആശാനെ, ആശാന്റെ ഗുരുവന്തിന് ആശാനെ ഇല്ല കാക്കകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെ തെക്കോട്ട് നോക്കിയിരിക്കുന്നത്. ജ്ഞാനക്കുരു ഉണ്ട് ഗുരു. എന്തോന്ന്? ജ്ഞാനക്കുരു. ഇവിടെ ഓരോരുത്തർ കുരു വരരുതേ വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുള്ളി കുരുവിന്റെ പേരും വെച്ച് ഷൈൻ ചെയ്യുന്നു. നീ ഉദ്ദേശിക്കുന്ന പോലെ മൂലക്കുരു അല്ലടാ ഇത്. പിന്നെ ഈ ജ്ഞാനക്കുരു അതായത് ആയുർവേദത്തിലുള്ള ഒരു ശാസ്ത്രമാണ്. ഈ ആശാൻ ഇങ്ങനെ മേലോട്ട് നോക്കിയിരുന്ന് ചിന്തിക്കും. ചിന്തിച്ച് കുറെ കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്ക് ഏതെങ്കിലും ഒരു ഒറ്റ മൂലയുടെ പേര് കിട്ടും. ആ പേര് എനിക്ക് പറഞ്ഞു തരും, ഞാൻ നിങ്ങളിൽ പ്രയോഗിക്കും. അത് മരുന്നല്ല, പുള്ളി അടിക്കണ സാധനമാണ്. ഇടക്കിടക്ക് കൊടുത്തില്ല പുള്ളിക്ക് ചിന്ത വരില്ല. അവിടെ ഉടനെ പുള്ളി വേദം പഠിച്ചതുകൊണ്ടായിരിക്കും ഇറങ്ങി നടക്കാതെ ഒരിടത്ത് തന്നെ ഇരിക്കുന്നത്. ഇത് വാദം പിടിച്ചിരിക്കണല്ലേ? അങ്ങനെ ഇരുന്നോളും. ആശാനെ ഒരു നല്ല കോള് വരുന്നുണ്ട് കേട്ടോ. മര്യാദക്ക് നീ ആദ്യത്തെ ദിവസമല്ലേ? നമസ്കാരം. എന്താന്ന് വെച്ചാ തുറന്നങ്ങോട്ട് പറഞ്ഞോളുക. എല്ലാത്തിനും ഇവിടെ ചികിത്സയുണ്ടേ. ഡോക്ടറോടും വൈദ്യരോടും കള്ളം പറയുന്നതാ ശാസ്ത്രേ. ഡോക്ടറോടും വക്കീലോടും ഒന്നല്ലേ? വക്കീലിപ്പോ വായടത്ത കള്ളത്തിലേ പറയുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ വൈദ്യരാക്കി. എന്തുണ്ടെങ്കിലും വൈദ്യരോട് പറയാ. അതിനുള്ള പ്രതിവിധി 2 മിനിറ്റിനകം വൈദ്യര് ഉണ്ടാക്കി തരുന്നതായിരിക്കും. നീ ആരെങ്കിലും വരുമ്പോ നമ്പൂതിരി ഭാഷ നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. ആശാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞോളാം. ലുക്കില്ല. ആ ലുക്കിലല്ല കാര്യം, ഞാൻ ചെയ്യുന്ന ജോലിയിലാണ് കാര്യം. നീ ഒരു സംഭവം ചെയ്താ മതി. പറയണ്ട. എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. എന്താ കാര്യം? മലയാള സിനിമയിൽ എനിക്കൊരു ചാൻസ് കിട്ടി നടനായിട്ട്. അപ്പൊ ഇത്തിരി ശകലം തടി ഒന്ന് കുറയ്ക്കണം. തടി കുറയ്ക്കണം. പടത്തിന്റെ പേര് കിങ്കോങ് എന്നായിരിക്കും. ഒന്നും മിണ്ടാതിരിക്കണം പ്ലീസ്. അല്ല ഇവന്റെ ഈ മോഹൻ മോച്ചോണ്ട് ആലോചന സിനിമ വിളിക്കുക. കസ്റ്റമർ വരുമ്പോ അവരെ ഡീൽ ചെയ്യാൻ പഠിക്കണം. ഞാൻ വെറുതെ എത്ര കോടികൾ ഉണ്ടാക്കി ഇവിടെ നിൽക്കുന്നത്. ഏത് പറഞ്ഞോളൂ, തടി കുറയ്ക്കണം. പൈസ ഒരു പ്രശ്നമല്ല, പൈസ ഉണ്ട്. പൈസ തന്നാലല്ലേ ഇവിടെ എല്ലാം ചെയ്യത്തുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, സ്റ്റീം ബാത്ത് ചെയ്യാം. സ്റ്റീൽ പാത്രം? സ്റ്റീൽ പാത്രം അല്ല, സ്റ്റീം ബാത്ത്. നീരാവി കൊള്ളിക്കും. ഓക്കെ, അതിനൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോഴത്തേക്ക് കൊഴുപ്പും കൊളസ്ട്രോളും ഒക്കെ അങ്ങോട്ട് ഇളകി പൊക്കോളും, ഫുള്ളും പോവും. പിന്നെ ഓക്കെ, ആ ഷർട്ടും പാന്റൊക്കെ അങ്ങോട്ട് ഊരുക. ഷർട്ടും പാന്റ് ഊരുക ഞാൻ എല്ലായിടത്തും കേട്ടിട്ടുണ്ട്. ഈ മസാജ് ചെയ്യുമ്പോൾ എന്തിനാണ് ഈ ഷർട്ടും പാന്റ് ഊരുന്നത്? അത് ഈ ഷർട്ടും പാന്റ് ഊരി വെച്ചാൽ അതിന്റെ അകത്തുള്ള പേഴ്സും പൈസയൊക്കെ ഇരിക്കണം. ഇത് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ ചിലർ മുങ്ങിക്കളയും. അപ്പൊ പോയ തുണിയില്ലാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ഞങ്ങൾ ഒരു നേരത്തെ സ്റ്റോക്ക് ചെയ്ത് വെക്കും. എന്നിട്ടേ ഉള്ളു അവിടെ കിഴികുത്താൻ പറഞ്ഞാൽ എത്തുന്നാടാ ഇത്. അവിടെ തിരുമ് തന്നെത്താനെ മാറ്റി പോകാൻ പറ്റുള്ളൂ കേട്ടോ. നാളെ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നു. നാളെ ഞാൻ ആരാ?
ഇന്ന് ഞാൻ സിനിമയിലല്ല, നാളെ ഞാൻ സിനിമയിൽ. ആശാനെ ഇന്ന് നിങ്ങൾ ചിരിച്ച് ചിരിച്ച് മരിക്കും. നാളെ ഞാൻ ഒരു സിനിമ നടത്തിക്കുന്ന എന്താടാ ഇത്? ഉപ്പ് വാങ്ങാൻ പറയടിയാടാ ഇത്. പൊറോട്ടക്ക് മാവ് കഴിച്ചു വെച്ചേക്കണം. എന്തായാലും ഈ വണ്ണം ഞാൻ കുറച്ച്. ഓക്കെ, അത് മതി. ഒരു കാര്യം ചെയ്യൂ, കേറ്റി ഒരു കല്ലുണ്ടെന്ന് അടുപ്പ് കൂട്ടായിരുന്നു ആശാനെ. മര്യാദക്ക് പെരുമാറതാ. അകത്ത് അകത്ത് ഒരു 5 വിറകുകളിൽ കൂടുതലിട്ട് കത്തിച്ചോ. ഇവനെ ചെതക്കി വെക്കാൻ പോവേണം. ചെതക്ക് വെക്കാനല്ലടാ, അതൊക്കെ കത്തി ഉരുക്കി താഴെ വീഴണ്ടേ. ഒരു 5 വിറകുകളിൽ കൂടുതലിട്ടോ. ഇതിനകത്ത് ഇരുന്നോ? പിന്നെ വെള്ളം ദാഹിക്കുന്നു. നീ തനിയെ കുടിക്കോടാ അതിനകത്തിരുന്നു. ആശാനെ 16 കൊല്ലമാണ് ഗുരു എന്റെ കൂടെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അത് എപ്പോഴും പറയണ്ട. ആശാൻ മേലോട്ട് നോക്കി ചിന്തിക്ക്, പുതിയ ഒറ്റമൂലി കണ്ടുപിടിക്ക്. കണ്ട ഇപ്പൊ സ്റ്റീം ബാത്തിന് ഒരാളെ കിട്ടിയണ്ട. അവന്റെ ഇത് 2000 നമുക്ക് ഒപ്പിക്കാം. പൈസ മേടിച്ചിട്ടില്ല, ആ പോക്കറ്റിൽ നിന്ന് എടുത്തോളേ. നമ്മൾ ഇന്നും നാളെ ഇരുട്ട വെളുക്ക തടവിയാലും തീരാത്തൊരു മനുഷ്യൻ വരുന്നു. അതെ, ഒരു കാര്യം ചെയ്യും, നീ നമ്പൂതിരി ഭാഷ പറയാൻ നിൽക്കേണ്ട. അതൊക്കെ ഞാൻ പറഞ്ഞു. ആശാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. വരിക. കുവൈറ്റ് പാപ്പച്ചൻ. ആയിക്കോട്ടെ. 3 മക്കളാണ്. എക്സ് കുവൈറ്റ്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കാർ അവിടെ വരെ വന്നുള്ളൂ, വേറെ ഇങ്ങോട്ട് വന്നില്ല. 2 പിള്ളേരാ കൊണ്ടുവിട്ടത്. പഴയ ഇല്ല അല്ലേ, വണ്ടി കയറൂല. ഓ, എന്താ വന്ന കാര്യം? മെസ്സേജ് അയക്കണം. ആണോ? ആ ഫോണൊന്ന് കൊടുക്കുക. ബാലൻസ് ഇല്ല എന്റെ. ഫോണുണ്ടോ? എന്തിന്? മെസ്സേജ് അയക്കാൻ. അതല്ലെന്നേ, ദേഹത്തൊക്കെ ഇങ്ങനെ. പെയിന്റിങ്. ഓ, തൃശ്ശൂര് പുലികളിക്ക് പോകാനായിരിക്കും കേട്ടോ. അതല്ലെന്ന്, മറ്റേ തടവ്. തടവ് അത് ഞാൻ കഴിഞ്ഞ 1.5 വർഷമായിട്ട് പുറത്തിറങ്ങിയല്ലോ. ആശാനെ ആ തടവ്, അത് മസാജ്. അങ്ങനെ പറയൂ. സാധനം എനിക്കൊന്ന് ചെയ്യാൻ വേണ്ടി. മസാജ്. ഈ മസാജ് എന്ന് പറയുന്നത് ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഒരു സംഭവം. അത് നമ്മളെ മിനിമം ഇവിടെ 2000 രൂപയ്ക്ക് ചെയ്തു തരാം. 2000 രൂപ? ബാക്കിയുള്ളടത്തൊക്കെ ഭയങ്കര ചാർജ് ആയിരുന്നു. ഇവിടെ വളരെ കുറവാ. ഇത് അംഗീകൃത സംഭവം. അപ്പൊ ഈ തടവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മിനിറ്റ് വന്നേ. പറഞ്ഞോളൂ. അതെ, ഈ പെണ്ണുങ്ങൾ തടവൂ. ഓ, പെണ്ണുങ്ങൾ തടവുമോ? കണ്ടാ ഒരു കുറവില്ല. കുവൈറ്റ് പാക്കാൻ പെണ്ണുങ്ങൾ തടവണം ഇല്ലേ? മസാജ് അങ്ങനെയുള്ള സംഭവമൊക്കെ നമ്മുടെ ഈ എറണാകുളം ജില്ലയിലൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊന്നും ലൈസൻസ് ഇല്ല. ഇവിടെ നമുക്ക് ലൈസൻസ് ഉണ്ടല്ലോ, നമുക്ക് എന്തോ ആവാലോ. ആരോടും പറയണ്ട. പക്ഷേ അതിനൊരു 6000 രൂപ ഫീസ് മേടിക്കും. 6000 7000 അതൊക്കെ ഞാൻ തരാം. എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം, കണ്ടു കഴിഞ്ഞ് നമുക്ക്. ആയിക്കോട്ടെ. രമണിയാ ഇവിടുത്തെ തടവുകാരി. അവള് ഒരു തടവ് തടവി കഴിഞ്ഞാൽ 100 തടവ് തടവണ മാതിരിയാ. ദൈവമേ, തമാശ പറയണമെന്ന് വിചാരിക്കല്ലേ. ആരൊക്കെ വന്ന് തടവെന്ന് അറിയാമോ? സൗദിന്ന് അറബിമാര് വരും, ഇംഗ്ലീഷുകാര് വരും. അവളൊന്ന് തടവിയ പൈസ കൊണ്ടേ കൂടെ തടവി നോക്കും. ഇതിനകത്ത് എന്തോ തമാശ ഇരുന്നത് ഇപ്പം പറഞ്ഞതിനകത്ത്? അതല്ല, നിങ്ങൾ ഉൾപ്പുളകം കൊള്ളുമെന്ന് പറഞ്ഞത്. സാധനത്തിനെ വിളി, പെണ്ണിനെ വിളിക്കുക, പെണ്ണിനെ കാണുക. 6000 7000 ഞാൻ തരാം. ശിഷ്യൻ ഇവിടെ വരിക, ഇവിടെ ഇളക്കുക. എല്ലാം കൊണ്ട് ഈ ബുദ്ധിമുട്ടത്തെ പണി ചെയ്യിക്കല്ലേ. രമണി ഇങ്ങ് വരിക. ഒരു നിമിഷം തരൂ നിന്നിലലിയ, ഒരു യുഗം തരൂ നിന്നെ അറിയാ, നീ സ്വർഗരാഗം ഞാൻ രാഗമേഘം, നീ സ്വർഗരാഗം ഞാൻ രാഗമേഘം. മതി. പെൺകുട്ടി ഇതാണ് രമണി. രമണിയാ ഇവിടുത്തെ മസാജിങ് പാർലറിന്റെ ലേഡി ക്യാപ്റ്റൻ. ഓഹോ, ഇഷ്ടപ്പെട്ടല്ലോ. 6000 7000 തരാം. ഒരു 6000 രൂപ എടുത്തോളൂ. 6000 രൂപ ഫീസ് അടച്ചോളൂ. ചോള പോലെ എണ്ണി തരിക. ഇല്ല, 6200 ഉണ്ടായിരുന്നു. 6000 ഉണ്ട്. 6000. എടാ എഴുതേക്കട, അവിടെ എഴുതേക്ക്. കുറച്ചൊക്കെ നടന്നു പോകും. ആ സ്റ്റൂളിൽ കൊണ്ടുവരിക. വീട് എവിടാ? വരിക. ഈ തടവ് നടക്കുമ്പോഴത്തേക്ക് മറ്റുള്ളവർ ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല. അത് ലേഡി ഒന്ന് തടവല്ലേ. അപ്പൊ മറ്റുള്ളവർ ഇരിക്കുന്നത് ശരിയല്ല. ഞങ്ങളൊക്കെ അങ്ങോട്ട് പോയി തരാം. ആണോ? വരിക ശിഷ്യ, വരിക. ഈ ഇരിക്കുന്ന സാധനം ഒന്ന് തിരിച്ചു വെക്കൂ. അതിനെ തിരിച്ചു വെക്കാം. രമണി, രമണി, ഞാൻ ഏറ്റു. രമണി, എന്താ ചേട്ടന്റെ പേര്? പാപ്പച്ചൻ. പാപ്പ
അപ്പച്ചനോ? ആ കുവൈറ്റിലായിരുന്നു കുറെ വർഷം. ഇപ്പൊ മക്കളെ അവിടെ നിർത്തിയിട്ട് ഞാനിങ്ങി പോന്നു. 3 മക്കളാ. എന്നെ ഇഷ്ടായോ? എനിക്ക് ഇഷ്ടമായോന്നു. 6000 രൂപയും കൊടുത്തേച്ച് ഇഷ്ടമായോന്ന്. എന്നാ ഞാൻ പണി തുടങ്ങട്ടെ. ആ തുടങ്ങ. ഇവിടെ ഇരുന്നു, ഇപ്പൊ വരാം. എന്നാന്നേ അത്? ഇതേ കണ്ണടച്ചു കെട്ടാനാ. കണ്ണെന്തിനാ അടച്ചു കെട്ടുന്നേ? അയ്യോ, ഈ തടകണ തൈലൊക്കെ ഇട്ടാ കണ്ണടിച്ചു പോവൂലേ? ആഹാ അതിനാണോ? അതിനാ. കെട്ടട്ടെ? ആ കെട്ടിക്കോ. ആരും കാണത്തില്ലല്ലേ? ഇതാരും കാണാനും പാടില്ല. അന്നാ എണ്ണോട്ട് കണ്ണി വീഴുകയും ചെയ്യരുത്. പോകാനും പാടില്ല. ഒന്നും കാണാൻ പറ്റണില്ലല്ലോ. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ രമണി അടുക്കലുണ്ടെങ്കിൽ ഇനിയിപ്പോ എനിക്കൊന്നും കണ്ടില്ലേലും കുഴപ്പമില്ല. തിരുമാൻ തുടങ്ങ് രമണി. തുടങ്ങാ. അയ്യോ, ഈ ചേട്ടന്റെ ഒരു കാര്യം. ഇക്കിളിയിടാതെ രമണി. അയ്യോ, അതെ ഇഷ്ടപ്പെടുന്നുണ്ടോ? എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് രമണി. ഇത് കൊള്ളാം രമണി. ഇങ്ങ് വന്നേ, ഇങ്ങ് വന്നേ. പറഞ്ഞോ, ഞാൻ അടുത്തല്ലേ. ഇച്ചിരി നേരം ഒന്ന് പിടിച്ചോട്ട് രമണി. പിടിച്ചോ, എത്ര വേണേലും പിടിച്ചോ. രമണി, ഈ വാച്ച് ഞാൻ എടുത്തോട്ടെ? എടുത്തോ, വാച്ച് എടുത്തോ. രമണിക്ക് 6 കൈയുണ്ടോ രമണി? എന്താ അത്? അല്ല, എന്നെ ഇവിടെ തടയുന്നു, വാച്ച് ഊരുന്നു. ഇപ്പൊ അങ്ങനെ പലതും തോന്നും. അതെ, ഈ കൈ കിടക്കണ മോതിരം എനിക്ക് തരുമോ? ഈ മോതിരോ? എനിക്ക് ഇഷ്ടമായതുകൊണ്ടാ. ഇഷ്ടപ്പെട്ടോ? ആ, ഊരിയെടുത്തോ. ഞാൻ ഊരി തരാം രമണി. രമണി, എന്തോ? എന്നെ ഇഷ്ടപ്പെട്ടോ രമണി? ഇഷ്ടപ്പെട്ടു, ഒത്തിരി 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 ഇഷ്ടപ്പെട്ടു. അതെ രമണി പോയെഴുന്നിട്ട്. ചേട്ടന്റെ ഒരു കാര്യം. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ആ മോതിരവും കൂടി തരുമോ? അയ്യോ, ഇതെന്റെ കല്യാണ മോതിരവാ. ഞാനല്ലേ ചോദിക്കുന്നേ. ഒരു കാര്യം ചെയ്, ഊരി തരാം. ഇതല്ലേ പേരുണ്ട്, അത് ആ തട്ടാന്റെ കൊടുത്ത് ചുരണ്ടി കളഞ്ഞാ മതി കേട്ടാ. അതൊക്കെ ഞാൻ മായ്ച്ചു കളഞ്ഞോളാം. രമണി, എന്തോ? എനിക്കൊരു ഉമ്മ തരാവോ രമണി? അതിനെന്താ? താ. ചേട്ടന്റെ ഒരു ഞാനും ഒരെണ്ണം തരട്ടെ? തന്നോ? നീ വാ. എന്നാ എനിക്ക് നാണമായിട്ട് വയ്യ. അതെ, എന്തോ? ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? എന്താ? കഴുത്തേക്ക് എടുക്കണ മാല എത്ര പവനാ? 1 2.5 പവനും 1 3 3.5 ഉണ്ട്. അന്നാ 3.5 എനിക്ക് തരുമോ? അത് വേണോ? വേണം. ഊരി എടുത്തോ രമണി. ഞാൻ രമണിക്കല്ലേ? രമണിക്ക് എന്നാ വേണേലും ഞാൻ തരും. ഓയിക്കോ. അതെ, അവിടെ എന്താ തീർന്നില്ല എന്നുണ്ടോ? ആശാൻ ഭയങ്കര ദേഷ്യക്കാരനാണ് തോന്നുന്നു. ആശാൻ ഇതൊന്നും ഇഷ്ടമല്ല. ആശാൻ അറിയണ്ട കേട്ടോ. അതെ, തിരുമി കഴിഞ്ഞു. എനിക്ക് ഇനിയും വേണം. സമയം കഴിഞ്ഞു. ഇനിയും വേണം രമണി. അതെ, എന്റെ അരയിൽ ഒരു അരിഞ്ഞാണം ഉണ്ട് സ്വർണത്തിന്റെ. അതെ, ഇന്നത്തെ വരവിന് ഞാൻ എടുത്തോളാം കേട്ടോ. ആണാ? ഇനി ഞാൻ വരും. എന്റെ വസ്തു വീട് വല്ലം പണയം വെച്ചിട്ടാണേലും നാളെ മുതൽ ഇനി ഞാൻ എന്നും ഇവിടെ വന്നു രമണിയും കൊണ്ട് ഞാൻ തടവിക്കും. എന്നാ ഞാൻ കെട്ടഴിക്കട്ടെ? കെട്ടഴിച്ചോ. ആശാനൊക്കെ വരും. കഴിഞ്ഞില്ല എന്നുണ്ടോ? അതെ, കഴിഞ്ഞു ആശാനെ. എങ്ങനെയുണ്ടായിരുന്നു രമണിയുടെ ഭയങ്കര മസാജൊക്കെ ഭയങ്കര. പക്ഷേ ഈ ഡെയിലി ഈ മസാജ് ചെയ്തായിരിക്കും കൈക്കൊക്കെ ഭയങ്കര തഴമ്പ്. മൈക്കാട് വിളിക്ക് പോകുമായിരുന്നു. അല്ല രമണിയെ നല്ല മസാജിങ്ങാ, ഭയങ്കര മസാജാ. ഇനിയിപ്പോ എന്തായാലും ഞാൻ നാളെ തൊട്ട് ഞാൻ സ്ഥിരമായിട്ട് വരും. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഈ എനിക്ക് മാത്രമായിട്ട് ഈ തിരുമാൻ നിൽക്കാൻ പറ്റുമോ? സ്വന്തമായിട്ടൊരു പാർലർ തുടങ്ങിയാ മതി. അതല്ല, പുള്ളിക്കാരി എന്റെ കൂടെ വന്ന് വീട്ടിലൊക്കെ തിരുമാൻ കെട്ടിക്കൊണ്ട് പോയി. കെട്ടിക്കൊണ്ട് പൊക്കോളൂ, കല്യാണം കഴിച്ചോണ്ട് പോകും. വീട്ടിലൊരു ദാനം ഇരിപ്പുണ്ട്, ഇതിനെ കൊണ്ടങ്ങ് എന്നാ മതി. അപ്പൊ ഇനി നാളെ ഇത് കിടത്തി ചികിത്സയാ. നാളെ 12,000 രൂപ വരണം. നാളെയാ? ഇന്ന് 6,000, നാളെ 12,000. അങ്ങനെയാണ്? ഇന്ന് ഇരുത്തി നാളെ കിടത്തി. ഓഹോ. രമണിയേ, എന്തോ? ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ കൊടുത്തോളൂ. അങ്ങനൊന്നും ഇല്ല, വെക്കുക. എണ്ണ ഒന്നും വേണ്ട. അയ്യോ, ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കാതെ ഇളക്കുക. ഇളക്കല്ലേ? 16 കൊല്ലം. ഇതാരാ ഈ തെക്കോട്ട് നോക്കി 16 കൊല്ലം പറഞ്ഞോണ്ടിരിക്കും? അത് എന്റെ ഗുരുവാ. ഈ ഗുരു എന്റെ കൂടെ 16 കൊല്ലായിട്ടുണ്ടേ. എന്റെ എല്ലാ കാര്യത്തിലും ഈ ഗുരു വന്നതിൽ പിന്നെ എനിക്ക് ഭയങ്കര സമ്പൽ സമൃദ്ധി അങ്ങോട്ട് പെരുകി.
സ്വന്തമായിട്ട് ബെൻസ് കാറ്, സുന്ദരിയായ ഭാര്യ, ഈ വീട്, ഇട്ടുമൂടാനുള്ള സ്വത്ത് എല്ലാം കൂടി അടച്ചുപെട്ട് ഞാൻ ഒരു പെട്ടിക്കകത്ത് വെച്ച് പൂട്ടിയിരിക്കാം. ഒറ്റകളെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. താക്കോൽ എപ്പോഴും എന്റെ കയ്യിലുണ്ടാകും. എപ്പോഴും ഇവിടെ ഉഴിച്ചിലും പിഴിച്ചിലും ഉണ്ടോ? പിന്നെ പിഴിച്ചിലാ കൂടുതല്. ആണോ? എനിക്ക് മനസ്സിലായി. ഇതെന്താ നോൺ വെജ് ഉണ്ടോ ഇവിടെ? ഇവിടെയോ? നോൺ വെജ് ആയുർവേദത്തിൽ പറഞ്ഞിട്ടില്ല. പിന്നെ നല്ല ആയുർവേദത്തിൽ നോൺ വെജ് പറഞ്ഞിട്ടില്ല. നല്ല മണം അടിക്കുന്നു. കാട്ടിറച്ചി വെന്ത മണം. എന്തൊരു മണം? എവിടെയോ വെടിയിറച്ചിന്റെ മണം, അരിഞ്ഞ മണം. ആശാനെ, ആ സ്റ്റീൽ പാത്രത്തിൽ കയറ്റി ആളിനെ വിട്ടാ? നിന്റെ പല പ്രാവശ്യം പറഞ്ഞിട്ട് സ്റ്റീൽ പാത്രം അല്ല, സ്റ്റീം ബാത്ത്. ആ ബാത്തിൽ കയറ്റി ആളിനെ ഇറക്കി വിട്ടാന്ന്. നീ ഇറക്കി വിട്ടില്ല? അപ്പൊ എനിക്കറിയാമോ, ഞാൻ വന്നിട്ട് ഒരു ദിവസമല്ലേ ഉള്ളൂ. പിന്നെ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇറക്കി വിട്. എനിക്കറിയാമോ, പോയി ഇറക്കി വിടും. അവൻ കരിഞ്ഞു പോയി കാണും. ചെല്ലി വാ, നീ കൂടെ വാ. പോലീസ് കേസ് ആവൂടെ? എനിക്കറിഞ്ഞൂടാ. ഉണ്ടല്ലേ? അതൊക്കെ പിടിച്ചു. പുകയും വരുന്ന. അയ്യോ, എനിക്ക് തോന്നുന്നു അതിനകത്ത് ഫയർഫോഴ്സിനെ വിളിക്കണം. വേണ്ട, പുറത്ത് വിടും. അടിക്കല്ലേ. ഞാനാ? ഞാനിനി എങ്ങനെ സിനിമയിൽ അഭിനയിക്കും? എന്റെ വീട്ടിൽ എന്റെ അമ്മ കയറ്റുവാ. കണ്ടാ, ഇവരിപ്പൊ അഭിനയിക്കാൻ പഠിച്ചു കേട്ടാ. അവൻ വളരെ സ്ലിമായി ഇപ്പൊ എന്റെ ഷർട്ടാ. നിന്റെ ഷർട്ടടാ. എടുത്തോണ്ട് വെക്കോ. ഈ സ്കൂൾ കുട്ടികൾ നാടകം കളിക്കൂലേ, ഞാനിനി എങ്ങനെ വീട്ടിൽ കയറ്റും? കണ്ടാ, അഭിനയിക്കാൻ പഠിച്ചോ. തെരുവ് നാടകം കളിച്ച് മിടുക്കനായിട്ട് വരും. പൊക്കോ. എന്റെ പെണ്ണും പുള്ളിനെ വീട്ടിൽ കയറ്റുവാ. നീ വീട്ടിൽ പോ. നിന്നെ ഞാൻ കാണിച്ചു തരാടാ. അവൻ സ്കെൽറ്റാകണമെന്ന് പറഞ്ഞു വന്നത് ആക്കി കൊടുത്തിട്ട് ആശാന് ജന്നി വന്നു. ജന്നി താക്കോലോട് അകത്തോട്ട് കൊണ്ടുപോ. ആ ശരി, ഇടക്കിടക്ക് വരും. ഒരുമാതിരി ഷാപ്പിലെ പൂച്ച കരയുന്ന പോലെ. ഈ ആശാൻ വന്നേ പിന്നെ എനിക്ക് ഭയങ്കര ഗുണങ്ങൾ ഉണ്ടായിരിക്കണത്. ഈ ആശാൻ വന്നേ പിന്നെ ഓരോ മരുന്നുകൾ പറഞ്ഞു തരും. അതനുസരിച്ചാ ഞാൻ ഇവിടെ രോഗികളെ ചികിത്സിക്കുന്നത്. ഇട്ടുമുടാനുള്ള സ്വത്തുണ്ടായി. ആശാൻ ഇപ്പോഴും എഴുതേക്കാൻ മേലെന്ന് മാത്രമേ ഉള്ളൂ. ഈ ജന്നി വരും ഇടയ്ക്ക്, അതാ ഒരു പ്രശ്നം. അത് ശരിയാണ്. ഇത് നല്ല ചികിത്സ എവിടെയെങ്കിലും കൊടുത്താൽ മതി. അയ്യോ, ഇത് കരിഞ്ഞു പോകുന്ന തോന്നണേ. കഴിഞ്ഞേക്ക് വാടാ ഇവിടെ. ആശാന്റെ പണപ്പെട്ടി, ആശാന്റെ ബെൻസുകാരും ആശാന്റെ ഭാര്യയും കൊണ്ട് ആശാന്റെ ഗുരു ദോ പോകുന്നു. പിന്നെ ഗുരു അങ്ങനെ പോകൂടാ. താക്കോൽ എന്റെ കഴുത്തിലിട്ടിരിക്കല്ലോ. ജന്നി വന്നപ്പം കൊടുത്ത താക്കോലില്ലേ, അതും കൊണ്ട് പോയയാള്. എന്റെ ദൈവമേ, ഈ 16 കൊല്ലം കൊണ്ട് അയാൾക്ക് ചിന്തിച്ചെന്താന്നറിയാമോ? ഈ താക്കോൽ എങ്ങനെ അടിച്ചു മാറ്റുമെന്ന്. എന്റെ ഗുരു നിങ്ങളാ ഗുരു. കോമഡി സൂപ്പർ നൈറ്റ് 2-ൽ ഇന്ന് അതിഥിയല്ല, അതിഥികളാണ് ഉള്ളത്. ഇപ്പൊ നല്ല സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന തോപ്പിൽ ജോപ്പൻ എന്ന് പറയുന്ന സിനിമയുടെ അണിയര പ്രവർത്തകരും അഭിനേതാക്കളും ഞാൻ ഏറ്റവും അധികം സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ടീം തോപ്പിൽ ജോപ്പൻ. ഒമ്പതിലാകെ 50-ൽ 9 മാർക്ക് കിട്ടി. 9 മാർക്കിന് 50-ൽ 50 വീക്ക് കിട്ടി. 9-ലാകെ 50-ൽ 9 മാർക്ക് കിട്ടി. 9 മാർക്കിന് 50-ൽ 50 വീക്ക് കിട്ടി. വീക്ക് കിട്ടിയ മാർക്ക് കിട്ടിയതാർക്ക് കുട്ടി? ഹോയ്, വീക്ക് കിട്ടിയ മാർക്ക് കിട്ടിയതാർക്ക് കുട്ടി? തോപ്പറാങ്കുടി തോപ്പിലാങ്കുടി ജോപ്പൻകുട്ടി. 9-ലാകെ 50-ൽ 9 മാർക്ക് കിട്ടി. 9 മാർക്കിന് 50-ൽ 50 വീക്ക് കിട്ടി. ജോണി ചേട്ടാ നമസ്കാരം. മോൻ ചേട്ടാ നമസ്കാരം. സന്തോഷം. സോഹൻ ചേട്ടാ നമസ്കാരം. എല്ലാവരെയും നേരിട്ട് കാണാൻ സാധിച്ചതിൽ സന്തോഷം. ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ നമ്മുടെ പുതിയ വിശേഷം തോപ്പിൽ ജോപ്പനാണ്. എങ്ങനെയാണ് തോപ്പിൽ ജോപ്പൻ ഉണ്ടായത്? തോപ്പിൽ ജോപ്പൻ ഉണ്ടായത് ഒരു സബ്ജക്റ്റ് വന്നു. ശരി, നിഷാദ് സബ്ജക്റ്റ്. ഓക്കെ. ആ സബ്ജക്റ്റ് മമ്മൂക്കയോട് പ്രസന്റ് ചെയ്തു. മമ്മൂക്കയ്ക്ക് താല്പര്യമായി. ഓക്കെ. അങ്ങനെ ഒരു
കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ഇതെന്ന് ഒരു ഉറച്ച വിശ്വാസത്തോടെ മമ്മൂക്ക ശരിക്കും രസിപ്പിച്ച് ചെയ്ത ഒരു സിനിമയാണ് തോപ്പിൽ ജോപ്പൻ. ഫുൾ ഓൺ എന്റർടൈനർ ആണ് തോപ്പിൽ. തീർച്ചയായിട്ടും. ഓക്കെ, എന്താണ് ഇതിന്റെ മെയിൻ തീം എന്ന് പറയുന്നത്? ആരാണ് തോപ്പിൽ ജോപ്പൻ? എന്താണ് തോപ്പിൽ ജോപ്പൻ ടൈറ്റിൽ വന്ന വഴി? മെയിൻ തീം നമുക്കറിയാം, നമ്മുടെയൊക്കെ നാട്ടിൽ എപ്പോഴും ഒരു ചേട്ടനുണ്ടാവും. അതായത് അത്യാവശ്യം ആളുകളെ രസിപ്പിച്ച് മറ്റുള്ളവരുടെ എന്തെങ്കിലും വിഷമകാര്യങ്ങളിലാണെങ്കിലും ഇടപെട്ട് അത്യാവശ്യം കമ്പനിയൊക്കെ കൂടി കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടാവും. ഒരു ഉത്സാഹ കമ്മിറ്റിയായിട്ട് ജീവിതം ആസ്വദിച്ച് മുന്നേറുന്ന അദ്ദേഹത്തിന് ഒരുപാട് വിഷമങ്ങളുണ്ടാവും. പക്ഷെ ഒരിക്കലും മറ്റൊരാളെ വിഷമിപ്പിക്കാതെ സന്തോഷിപ്പിച്ച കൂട്ടുകാരെ കൂടെ ഉള്ളവരെ ഭയങ്കര എനർജി കൊടുക്കുന്ന പ്രകാശം പരത്തുന്ന ഒരു കഥാപാത്രമാണ് തോപ്പിൽ ജോപ്പൻ. അത് എനിക്കൊന്ന് ഫാമിലി ഓഡിയൻസിന് ഞാൻ പറഞ്ഞില്ല, ഒരു ജോപ്പൻ ഇപ്പം ഇതിൻ്റെ ഒരു ഓഡിയോ ലോഞ്ചിൽ നിന്ന് നമുക്ക് പറയുണ്ടായി, ഇത് കുടുംബത്ത് കയറ്റാവുന്ന ഒരാളാണ് തോപ്പിൽ ജോപ്പൻ. അപ്പം എനിക്ക് തോന്നുന്നു ആ വാക്കിനെ ഏറ്റവും കൂടുതൽ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഓഡിയൻസിൻ്റെ പ്രതികരണം. ഇത്രയും ഫാമിലി പ്രേക്ഷകർ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് കുടുംബ പ്രേക്ഷകർ, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും കിട്ടിയ സ്ത്രീകളും കുട്ടികളും കുടുംബങ്ങളുമാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. അവരാണ് ഈ സിനിമയെ ഈ രീതിയിൽ വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സൂപ്പർ. സാറുടെ വേഷം ഇതില്? ഞാനിതിലെ ക്യാപ്റ്റൻ കുഞ്ചപ്പൻ കോശി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ഒരേ ഒരു സീനിൽ മാത്രമേ വരുന്നുള്ളൂ, പക്ഷെ അത് മതി. കാരണം വിഭവസമൃദ്ധമായ ഒരു സദ്യയിൽ ഒരു തൊടു കറി എങ്ങനെയാണ് അതിന്റെ ഫലം, അതൊന്ന് തൊട്ട് നോക്കുമ്പോൾ പ്രത്യേക രസമില്ലേ? ആ രസം അത് കൊള്ളാം. കേൾക്കി സോമൻചേട്ടനിലേക്ക് വരാണെങ്കിൽ, ഞാൻ ജോപ്പന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ്. ഞങ്ങൾ 4 പേരുണ്ട് ജോപ്പന്റെ സുഹൃത്തുക്കളായിട്ട്. അലൻ സി ആർ ചേട്ടനുണ്ട്, പാഷണം ഷാജി ഉണ്ട്, ശ്രീജിത്ത് രവി ഉണ്ട്, പിന്നെ ഞാനും. എന്റെ ക്യാരക്ടറിന്റെ പേര് മാത്തൻ എന്നാണ്. അപ്പൊ ജോപ്പന്റെ സുഖദുഃഖങ്ങളിലെല്ലാം ജോപ്പനോടൊപ്പമുള്ള 4 സുഹൃത്തുക്കളിൽ ഒരാൾ. ഓക്കെ, ശരി. മറ്റഭിനേതാക്കളെ പറ്റി? മറ്റഭിനേതാക്കളെ സെലിംകുമാർ ഉണ്ട്. സെലിംകുമാർ കുറച്ച് കാലത്തിന് ശേഷം ശക്തമായൊരു, എനിക്ക് തോന്നുന്നു ഇതിലെ സെക്കൻഡ് ഹാഫിൽ ഏറ്റവും ഇതിനകത്ത് കാമ്പുള്ള ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണ് സിനിമയുടെ വരവ്. സിനിമ വളരെ മനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രഞ്ജി പണിക്കർ ഇതിനകത്ത് ഒരു വൈദികന്റെ കഥാപാത്രമാണ്. അദ്ദേഹവും വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ എക്കാലത്തെയും മമ്മൂക്കയുടെ മികച്ച അമ്മ എന്ന് പേരെടുത്തിട്ടുള്ള നമ്മുടെ പൊന്നമ്മ ചേച്ചി, അതുപോലെ തന്നെ അശ്വൻ ചേട്ടനുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അലൻ സിയർ ആ ഗ്രൂപ്പ്, സുരേഷ് കൃഷ്ണ, പിന്നെ എല്ലാത്തിലും ഇവരെ മമത മോഹൻദാസും ആൻഡ്രയും വളരെ നന്നായിട്ട് രണ്ടുപേരും ഹീറോയിൻസ് ആയിട്ട്. പിന്നെ മേഘനാഥനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു കാസ്റ്റ് ആണ് അല്ലേ? ബാക്കി അണിയറ പ്രവർത്തകരെ എനിക്ക് ഇപ്പൊ നിഷാദ് ഗോയാണ് സ്ക്രിപ്റ്റ്. എന്നും നല്ല പാട്ടുകൾ തന്നിട്ടുള്ള വിദ്യാസാഗറിന്റെയാണ് സംഗീതം. ഇത് ചെയ്യുന്നുണ്ട് റഫീഖ് അഹമ്മദ്, നമ്മുടെ വയലാർ ശരചന്ദ്രൻ വർമ്മ, നിഷാദ് അഹമ്മദ്, ഇവർ 3 പേരുമാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതിന്റെ ഒരു സംഭവം. പിന്നെ അതുപോലെ സുനോജ് വേലായുധം, ഒരു രവിവർമ്മന്റെ അസോസിയേറ്റ് ആയിരുന്നു അദ്ദേഹം. നമ്മുടെ ഫയർമാൻ എന്ന് പറഞ്ഞ സിനിമയുടെ ക്യാമറമാൻ, ശേഷം ക്യാമറ. അതുപോലെ രഞ്ജൻ അബ്രഹാം എഡിറ്റർ. ജോപ്പനിൽ കബഡി താരം ആയിട്ടാണ് മമ്മൂക്ക. അതെന്താ അങ്ങനെ ചൂസ് ചെയ്യാൻ? കബഡി താരം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ കബഡി കളി കുട്ടിക്കാലം മുതലേ ജോപ്പനുണ്ട് കബഡി കളി. പിന്നെ വലുതായതിനു ശേഷം പുള്ളി ഒരു പ്രണയപരാജിതനാണ്. അതിനുശേഷം പുള്ളി അല്പം മദ്യമായിട്ട് പ്രണയത്തിലായി. കൂട്ടുകാരെല്ലാം മദ്യപിക്കുന്ന ആളാണ്, റെഗുലറായിട്ട് മദ്യപിക്കുന്ന ആളാണ്. പക്ഷേ ജോപ്പനെ സംബന്ധിച്ചുള്ള ഈ കബഡി കളി ഉള്ളപ്പോൾ നമുക്കറിയാം, സാധാരണ വെള്ളം അടിച്ച് മാത്രം നടന്നാൽ വല്ലാത്ത രീതിയിലേക്കായി പോകും ശരീരം. ഈ കബഡി കളികളിലുണ്ട് ഈ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മുടെ നായകൻ സുന്ദരനാണ്, നമ്മുടെ നായകൻ നല്ല ഫിറ്റാണ്. അതുപോലെ തന്നെ കൂടെയുള്ളവരും അല്ല, കൂട്ടുകാരിലെ മറ്റേ ഫിറ്റാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം പറയാം, ഇതിനകത്ത് മദ്യപാനം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു സീനിൽ പോലും മമ്മൂക്കയോ ഇവരോ ഫുള്ളായിട്ട് കുടിക്കുന്ന ഒരു സംഭവമില്ല. മനസ്സിലായില്ലേ? മദ്യം നമ്മൾ പ്രത്യക്ഷത്തിൽ പറയുന്നുണ്ടെങ്കിലും വളരെ പരോക്ഷമായി തന്നെയാണ് അതിനെ ഉപയോഗിച്ചിരിക്കുന്നത്. ഡയറക്ട്ലി അങ്ങനെ ഒന്നുമില്ല, കാണിക്കുന്നില്ല. അതെന്താന്ന് വെച്ചാൽ, കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു കുടുംബ പ്രേക്ഷകരുടെ സിനിമയാണ്. ഒരു കാരണവശാലും കുടുംബത്തിന് ഇതിൽ നിന്ന് നല്ല മെസ്സേജ് മാത്രമേ കിട്ടാവുള്ളൂ. അവർ 2 മണിക്കൂർ 10 മിനിറ്റ് ചിരിച്ചിറങ്ങി പോകണം എന്നുള്ള ഉദ്ദേശത്തോട് മാത്രം ചെയ്ത സിനിമയാണ്. തീർച്ചയായിട്ടും ഇനി കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ ട്രെയിലർ ഒന്ന് കാണാം. മദ്യം വിഷമാണ്, കുടിക്കാൻ വലിയ വിഷമമില്ലെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. ജോപ്പനും പിള്ളേരുമല്ലേ സകല ബീവറേജിലും ഇറങ്ങിയിട്ടല്ലേ എത്തത്തുള്ളൂ. അച്ഛൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് ജോപ്പനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കണം. അതിന് ജോപ്പൻ എവിടെ? ജോപ്പനെ കണ്ടോളൂ. കണ്ടില്ല അച്ഛോ? എന്റെ കർത്താവേ, ഞാൻ ഈ കോപ്പനെ തപ്പി എവിടെ പോവാനാ? ജോപ്പൻ എന്നാ ഹാപ്പനെങ്കിലും ആവട്ടെ.
ജോപ്പ തലമ്പുണ്ടാക്കരുത്. സാർ ഒരു കാര്യം ചെയ്യും, ആ ഊതണ സാധനമില്ലേ? ഹേ മാൻ, ഡോണ്ട് യൂസ് ബാഡ് വേർഡ്സ്. എടാ മലയാളത്തിൽ പറയടാ തണ്ടി. സ്ത്രീ കുടുംബത്തിന്റെ വെളിച്ചം എന്നാ ബൈബിളിൽ പറയുന്നത്. പിന്നെ അച്ഛനെന്നാ ഇരുട്ടത്തന്നെ അങ്ങ് ഞാൻ മാമോസ് മുക്കിയ കുട്ടിയാ, നീ ഒന്ന് പോയി കണ്ടു. അച്ഛനോട് മാമോദിസ മുക്കിയത് ആനാമള്ളത്തിലാണോ ബ്രാൻഡിയിലാണോ? കൊച്ചു പെണ്ണാന്നേ, ചെറുപ്രായത്തിൽ ഞാനൊരു കല്യാണം കഴിച്ചിരുന്നേ, അതുപോലെ ഒരു മോളുണ്ടായിരുന്നു. എന്നതാ മോടെ പേര്? മരിയ. മരിയ. അത് നിനക്കെങ്ങനെ അറിയാം? അച്ഛാ എനിക്ക് എന്റെ കൺട്രോൾ പോയി തോപ്പോ കലാശക്കൊട്ട് കഴിഞ്ഞിട്ട് കേറിയാ പോരെ? പോടാ ഇത്രയും നേരം കയറ്റൊന്നും കള്ളല്ല. എന്റെ പൊന്നോ, ഇത് ആരായത്? സെന്തോപ്പനോ? ജോപ്പൻ പറഞ്ഞ കറക്റ്റാ, നമ്മള് പിടിച്ചിരിക്കണം. അങ്ങനെ നമ്മള് ട്രെയിലർ കണ്ടു. മുണ്ട് പൊക്കാൻ നോക്കി നടക്കില്ല. ആരാണ്? അഹങ്കാരിയായ ഒരു കോടീശ്വരനാണ് ഞാൻ. എന്താ നമ്മുടെ പേര്? ഇടിവെട്ടി പാപ്പച്ചി. എന്താ അങ്ങനെ ഒരു പേര്? അങ്ങനെ പേരെന്ന് പറഞ്ഞാൽ മാസം തികയാതെ ഞാൻ പ്രസവിച്ചത്, അതുകൊണ്ട് പേരിലാണ് പേരിട്ടത്. ഓ, അമ്മക്ക് പോലും 10 മാസം സഹിക്കാൻ പറ്റിയില്ല അല്ലേ? അതല്ല പറഞ്ഞത്. ഈ ഇടിവെട്ടി പാപ്പച്ചി പേരിടുള്ള കാരണം എന്നാണെന്നറിയോ? ഈ ഇടിയും മഴയുള്ള സമയത്താണ് ഞാൻ പ്രസവിച്ചത്. ഞാൻ പ്രസവിച്ചിറങ്ങുമ്പോൾ ഒറ്റ നിങ്ങള് പ്രസവിച്ചോ? നിങ്ങളുടെ അമ്മ പ്രസവിച്ചു? അല്ല, ഓഹോ, എന്റെ അമ്മ എന്നെ പ്രസവിച്ചു. അപ്പൊ കറക്റ്റ് ഒരു ഇടി അങ്ങ് വെട്ടി എന്റെ പപ്പ അങ്ങ് ചത്തുപോയി. അത് പിന്നെ ഇടിവെട്ടി പാപ്പച്ചി എന്നാക്കി എന്റെ പേര്. ഓ അങ്ങനെ. ഈ നിക്കണത് ആരാന്നറിയോ? ആരോടാ ഈ വാചകം അടിക്കണെന്നറിയോ? ഡയറക്ടർ ജോണി ആന്റണിയാണ്. ബാബു ആന്റണി ഒന്നും അല്ലല്ലോ പേടിക്കാൻ. അതാ എത്രയോ സിനിമകൾ സംവിധാനം ചെയ്ത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സംവിധാനം ചെയ്ത ഡയറക്ടറാണ് ജോണി ആന്റണി ചേട്ടൻ. ആണോ? സാറിനറിയോ, എന്റെ പൂത്ത പണമുണ്ട്, ഇഷ്ടം പോലെ കോടിക്കണക്കിന് പണമുണ്ട്. അല്ല, ഈ പൂത്ത പണമുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് ഓടി വന്നത്? ഇങ്ങോട്ട് ഓടി വന്ന കാരണമുണ്ട്. ഞാൻ പൂത്ത പണം ഉണ്ടായിട്ടും ഞാനിപ്പോ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അതെന്നാ? ഈ പണം പൂത്ത് കഴിഞ്ഞുള്ള മണം അറിയോ? എന്നാ നാട്ടാന്നറിയോ? അവിടെ താമസിക്കാൻ ഞാൻ വേറെ സ്ഥലത്ത് പോയാ താമസിക്കണേ. ഒടുക്കത്തെ മണം എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ നാട്ടാ. അല്ല, ഇപ്പൊ എന്താണ് വന്നതിന്റെ ഉദ്ദേശം പറഞ്ഞില്ലല്ലോ? വന്ന കാര്യം എന്ന് പറഞ്ഞാലേ, നിങ്ങൾ സിനിമാക്കാരാണല്ലോ. ഞാൻ എന്റെ വീട് സിനിമക്കാർക്കൊക്കെ കൊടുക്കാറുണ്ട് ഷൂട്ടിന്. ഇഷ്ടം പോലെ പടം ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്റെ വീട്ടില്. ഏതൊക്കെ പടം? നമ്മുടെ ഹൊറർ പടങ്ങളാ കൂടുതൽ ഷൂട്ട് ചെയ്തേക്കണേ. ഹൊറർ പടം, ഭാർഗവി നിലയം, അതുപോലെ തന്നെ ആകാശഗംഗ, ലിസ. 2 പ്രാവശ്യമായല്ലോ പറഞ്ഞു. അത് വീണ്ടും ലിസ എന്നും പറഞ്ഞൊരു പടം ഇറങ്ങിയായിരുന്നല്ലോ. അപ്പൊ മൊത്തത്തില് പ്രേതപടാണ്. അങ്ങനത്തെ ഒരു ബംഗ്ലാവ് എന്റെ അവധിയിൽ ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ അതും അവിടെ ഷൂട്ട് ചെയ്ത്. വേണമെങ്കിൽ ഷൂട്ടിന് ഞാനൊരു കാര്യം സാറിനോട് ചോദിക്കാണ്ടിരിക്കും, സാർ ഡയറക്ടറാണല്ലോ. എല്ലാ മലയാള സിനിമയിലെ പ്രേതപടത്തിലും ഒരു പുതപ്പൊക്കെ പുതച്ച് ഇവിടെയൊക്കെ ഉണ്ണിയൊക്കെ വെച്ച് ഒരു കാർന്നൂര് വരും. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് അങ്ങോട്ട് പോകരുത്, അവിടെ യക്ഷിയുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അത് ഈ പ്രേതം കൊണ്ട് ഇരുത്തണാണോ അതോ സാറെ കൊണ്ട് ഇരുത്തണാണോ? എന്തായാലും അതുകൊണ്ടൊരു ഉപകാരമുണ്ട്. അയാൾക്കൊരു ജോലിയാവുന്നുണ്ട്, ഒരാൾക്കൊരു ജോലിയാവുന്നുണ്ട്. അത് യക്ഷി കൊണ്ടിരുത്തിയാലും നമ്മൾ കൊണ്ടിരുത്തിയാലും ഒരാൾക്കൊരു പണി കൊടുക്കല്ലേ? അതെ, നല്ല പണിയാത്. അതെ. അല്ല, പേരെന്തോന്ന് പറഞ്ഞ? ഇടിവെട്ട് പാപ്പച്ചി. പാപ്പച്ചിക്ക് ഇത്രയും പൈസ എവിടെയാ? പൈസ എവിടെയെന്നാ? പൈസ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ബുദ്ധി അതാണ്. തല വെച്ചുണ്ടാക്കുന്ന പൈസയാ. തല വെച്ചിട്ട് ഭയങ്കര ബ്രില്യന്റ് ആണ്. നിങ്ങളുടെ ജോലി എന്താ? ജോലി ഒന്നും ഉണ്ടായിരുന്നില്ല, ട്രെയിന് തല വെച്ചുണ്ടാക്കിയ പൈസ എന്ന് പറയാതെ. അതെ, എന്റെ ഭാര്യയുടെ ഭർത്താവ് ട്രെയിന് തല വെച്ചു കഴിഞ്ഞപ്പോ ആ പൈസ മുഴുവൻ ഭാര്യക്ക് കിട്ടി. അവളെ ഞാനങ്ങ് കെട്ടി, ആ പൈസ എനിക്കിങ്ങ് കിട്ടി. മനസ്സിലായോ? എനിക്കും കുറച്ച് പൈസ ഉണ്ടാക്കി കൊള്ളുന്നുണ്ട്, ചേട്ടനൊന്ന് സഹകരിക്കണമെങ്കിൽ. പിന്നെ എനിക്കൊരു സിനിമ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു സിനിമ എടുക്കണേൽ എത്ര പൈസയാവും? അത് സബ്ജക്റ്റിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പം നമ്മുടെ പോലൊരു പടമാണ് 6-7 രൂപയ്ക്ക് തീരും. ഒരു വലിയ പടമാണ് അത് കൂടുതലാവും, ചെറിയ പടമാണ് അത് കുറയും. അതൊക്കെ ഡിപ്പെൻഡ്, സബ്ജക്റ്റിനെ ആശ്രയിച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു എന്റെ പടം എന്ന് പറഞ്ഞാലേ ഒരു 4 പാട്ട് വേണം. എന്റെ ഒരു സംഭവം 4 പാട്ട് വേണം, ഒരു 3 ഡാൻസ്, ഒരു 5-8 ഫൈറ്റ്, ഇതെല്ലാം വേണം. ഈ നായനും നായികയൊന്നും അതൊക്കെ പേരിന് അത് മതി. നായകൻ ഇല്ലാലും കുഴപ്പമില്ല. ഒരു പടവും ഒരു നായകൻ വേണമല്ലോ. നായകൻ വേണമെങ്കിൽ പിന്നെ ഞാനല്ലേ പൈസ കൊടുക്കണേ. അപ്പൊ ഞാൻ നായകനായാലോ എങ്ങനെ ഉണ്ടാവും? പടം ഓടണ്ടേ? ഓടടാ. നിന്നോടാ പറഞ്ഞ ഓടാൻ. അല്ല, പടം ഓടണം.
അപ്പൊ ഈ ടീമിലേക്ക് രണ്ടുപേരെയും കൂടി എനിക്ക് ക്ഷണിക്കാനുണ്ട്. ഒന്ന് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് നിഷാദ് ഏട്ടൻ, നിഷാദ് കോയ, നേരത്തെ നമ്മുടെ ജോണി ചേട്ടൻ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ഇതിന്റെ സിംഗർ ആയിട്ടുള്ള ബെനഡിക്ട് ഷൈൻ കൂടി നമ്മുടെ ഈ ടീമിലേക്ക് ജോയിൻ ചെയ്യാണ്. നമുക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി അവരെ വിളിക്കാം. നമസ്കാരം നിഷാദ് ഏട്ടാ, സുഖം. ബെനഡിക്ട് നമസ്കാരം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ തോപ്പിൽ ജോപ്പൻ നല്ല സൂപ്പറായിട്ട് സൂപ്പർ ഹിറ്റായിട്ട് പോണു. തോപ്പിൽ ജോപ്പൻ എഴുതാനുണ്ടായിട്ടുള്ള ഒരു കാരണം എന്താണ്? അങ്ങനെ ഒരു ക്യാരക്ടറിനെ എവിടെയെങ്കിലും നിഷാദായിട്ട് കണ്ടുവോ? അതോ അങ്ങനെ ഒരു ക്യാരക്ടറിന് നമ്മൾ എല്ലാവരും ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഞാൻ ജോണി ചേട്ടൻ്റെ അടുത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കാക്ക് വേണ്ടിയിട്ട് വേറൊരു കഥയുമായിട്ടാണ് വന്നത്. അപ്പോൾ അത് ചില ബഡ്ജറ്റ് കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് മറ്റൊരു സബ്ജക്റ്റിനെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് തോപ്പിൽ ജോപ്പൻ്റെ കഥയുടെ ഒരു ത്രെഡ് കിട്ടുന്നതും. അങ്ങനെ നമുക്കിത് ഫിക്സ് ചെയ്യാമെന്ന് ജോണി ചേട്ടൻ പറഞ്ഞു. തീർച്ചയായിട്ടും മമ്മൂക്ക അല്ലാണ്ട് മറ്റൊരു ക്യാരക്ടറിനെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആലോചിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അത് പടം കാണുന്ന ഓഡിയൻസിനും ആ സിനിമ കാണുമ്പോൾ ബോധ്യപ്പെടും. കാരണം മമ്മൂക്ക അല്ലാണ്ട് ഇത്രയും നന്നായിട്ട് അങ്ങനെ ഒരു ക്യാരക്ടറിനെ ഹാൻഡിൽ ചെയ്യാൻ തൽക്കാലം നമ്മൾ മനസ്സിൽ വേറെ ആളെയും കിട്ടിയിട്ടില്ല. ജോണി ചേട്ടന് നിഷാദ് ഏട്ടനെ പറ്റി പറയാനുള്ളത് എന്താണ്? നിഷാദ് നല്ല ഒരു ഒബ്സർവേഷൻ ഉള്ള ഒരാളാണ്. നിഷാദ് ഒരു സാധാരണക്കാരനാണ്. നിഷാദ് നല്ലൊരു സഹയാത്രികനാണ്. ഒരു സംവിധായകനെ നല്ലൊരു സുഹൃത്താണ്. ബെനഡിക്റ്റിലേക്ക് വരാം. ആദ്യമായിട്ടാണ് ഒരു മൂവിയിൽ പാട്ട് പാടുന്നത്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അത് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും സന്തോഷമായിരിക്കും. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് സാഹചര്യം ഒരുങ്ങി വന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ് വന്നത്. എങ്ങനെ? ജോണി ചേട്ടനാണ് അതിന് ഇത്ര എന്നേക്കാൾ കൂടുതൽ എഫർട്ട് എടുത്ത ആള് ജോണി ചേട്ടനായിരിക്കും. അത് ഈ ഒരു പാട്ടിന് വേണ്ടി വിദ്യാജിയുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്തതും അദ്ദേഹത്തിന്റെ മുമ്പിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതും ജോണി ചേട്ടന്റെ എഫർട്ടാണ്. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ പഠിച്ചിട്ടില്ല. ഞാൻ എല്ലാ സദസ്സിൽ പോകുമ്പോൾ ഹാപ്പി ആയിട്ട് പാട്ട് പാടും. എനിക്ക് ഇഷ്ടമാണ് എല്ലാവരും മുമ്പിൽ നിന്ന് പാട്ട് പാടും. അവിടെ ഒരു സദസ്സുണ്ട്, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഒന്ന് ഹാപ്പി ആയിട്ട് ഞങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ഞാൻ ഈ പടത്തിൽ തന്നെ പാടിയ മനമില്ല മനമോടെ ഈ പാട്ട് ഞാൻ പാടുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഭയങ്കരമായിട്ട് വിദ്യാജി എനിക്ക് പറഞ്ഞു തന്നെ അങ്ങനെയാണ് ഫീല് കൊടുത്ത് പാടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫീൽ കൊടുത്ത് പാടി. പക്ഷേ സിറ്റുവേഷൻ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ചിരിച്ചുപോയി. എന്ന് വെച്ചാൽ മദ്യപാനം നിർത്തിയിട്ട് എല്ലാവരും അതിനോട് വിട പറഞ്ഞു പോകുന്ന ആ സീനിൽ എനിവേ അതൊരു ചേഞ്ച്, നല്ലൊരു ചേഞ്ചാണ്. മനമില്ല മനമോടെ പോയിടുന്നു ഇവിടുത്തെ സുഖവാസം കൈവിടുന്നു ഈ ഭവനത്തിങ്കൽ താമസം തീർന്നേ പോയി ആനന്ദവേളകൾ പോയേ പോയി ഈ പാനപാത്രങ്ങൾ താഴെ കമഴ്ത്തുന്നു ദാഹനീർ തന്നോരെ വിട നൽകൂ സ്നേഹിതരെ പോവുകയായി യാത്ര ചൊല്ലിടൂ നിങ്ങൾ യാത്ര ചൊല്ലിടൂ. അടിപൊളി. നമ്മള് എനിക്കിപ്പോ ഊഹിക്കാൻ പറ്റും ഈ ഒരു പാട്ടിനെ എങ്ങനെയായിരിക്കും ജോണിയായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പൊ നമ്മള് നല്ല ഇമോഷണൽ ആയിട്ടുള്ള ഒരു പാട്ട് കേട്ടു ബെനഡിക്റ്റിന്റെ. നല്ല ഒരു അടിച്ചു പൊളി പാട്ട് ഞങ്ങൾക്ക് വേണ്ടിട്ട് പാടിത്തരാൻ പറ്റുമോ? അടിപൊളി പാട്ട് പാടിത്തരാമല്ലോ പ്ലീസ്. ചില്ല പൂക്കും നാളിൽ കളിത്തൊട്ടിലാടി കിളി നൊന്തു പാടിയ രാഗം രാരീരം രാരോ അത് മനമാകെ നിറഞ്ഞേ രാരീരാരോ ഈണമായി കിലും കിലും താളമായി പെണ്ണെ നിന്നെ കാണാൻ ഇത്ര നാളോ ഓരോ പഴങ്കഥ
കഥകളായി കാണാ പല മുഖങ്ങളായി തേടും മറുതീരം ദൂരെ ദൂരെ ഓരോ മുഖങ്ങളായി കാണാ പല കഥകളായി തേടും മറുതീരം ദൂരെ ദൂരെ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, അതുകൊണ്ടാണ് അത് പാടിയത്. സൂപ്പർ, അടിപൊളി, ഗംഭീരായിട്ടുണ്ട്. താങ്ക് യു താങ്ക് യു. എന്താണിത്? കബഡി ഒക്കെ കളിക്കാൻ തുടങ്ങിയോ? പിന്നെ പ്രൈസ് കിട്ടിയതാണോ? ഫസ്റ്റ് പ്രൈസ് കിട്ടിയോ? ഫസ്റ്റ് കിട്ടിയതല്ല, ഫസ്റ്റ് കണ്ടതാണ്. ആ, ഞാൻ ഈ ട്രോഫി ഞാനാണ് ആദ്യമായിട്ട് കണ്ടത്. അപ്പൊ തന്നെ അടിച്ചു മാറ്റി കൊണ്ടുവന്നു. റിസൾട്ട് വരാം 6 മണി 5 മണി ആ ടൈമോ. അതുവരെ വെയിറ്റ് ചെയ്തൊക്കെ എനിക്ക് സമയമുള്ളൂ. അല്ല, ഇത് വളരെ ചെറിയ കപ്പല്ല. അടിച്ചു മാറ്റി ഇപ്പൊ വലിയൊരു കപ്പ് അടിച്ചു മാറ്റിട്ട് വരാറില്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ലോകകപ്പാ. അല്ല കുട്ടിക്ക് ഇത് ആരൊക്കെയാന്ന് മനസ്സിലായോ? ഇത് ഡയറക്ടർ ജോണി ആന്റണി സാർ, അത് സോഹൻ ചേട്ടൻ, ഇത് മോഹൻ സാർ, ഇത് നിഷാദ് ക, അത് ബെനഡിക്ട്, നമ്മുടെ തോപ്പിൽ ജോപ്പൻ സിനിമയിലെ മമ്മൂക്കയുടെ ഹോൾ ടീമാണ്. ഓ, ഒരു കബഡി കളിക്കാനുള്ള ആൾക്കാരുണ്ട്. ഒരു കാര്യം, മോൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 6ാം ക്ലാസ്സിൽ. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? എന്റെ പൊന്നു ചേട്ടാ, ചേട്ടൻ അഭിനയിക്കാനല്ലേ? അതെ. ഞാൻ ചേട്ടന്റെ അഭിനയം എങ്ങനെ പോകുന്നു ചോദിക്കാറുണ്ടോ? അതുകൊണ്ട് എന്നെ പഠിത്തം എങ്ങനെ പോകുന്നു ചേട്ടൻ ചോദിക്കരുത്. It's none of എന്റെയും ചേട്ടന്റെയും business. None of our business. Yeah, our business. ശരി, എന്തായാലും ശരി, നീ ക്ലാസ് കട്ട് ചെയ്ത് നടക്കുക. നീ നിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു കൊടുക്കും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ അച്ഛന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അപ്പൊ ഞാനൊരു സർപ്രൈസ് ഷോക്കിംഗ് ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞു. എന്ത് ഗിഫ്റ്റ്? ഞാൻ കൊടുത്തു, പ്രോഗ്രസ് കാർഡ് കൊടുത്തു. പ്രോഗ്രസ് കാർഡ് കൊടുത്തു. ഷോക്കിംഗ്. അപ്പൊ തന്നെ ഷോക്ക് അടിച്ചു. അതെ, മോൻ നന്നായിട്ട് പഠിക്കണമെന്ന് കരുതുന്ന ചേട്ടൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ കുട്ടികളെ നന്നായിട്ട് പഠിക്കണം, രാത്രി നേരത്തെ കിടക്കണം, രാവിലെ നേരത്തെ എഴുന്നേക്കണം കേട്ടോ. പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങാം. പക്ഷെ രാവിലെ നേരത്തെ നീക്കാൻ പറയരുത്. എന്താണ്? താല്പര്യമില്ല. അല്ല സൂരജ്, കബഡിയൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പോകണ്ടല്ലോ. ഈ കബഡി കണ്ടുപിടിച്ചത് ആരറിയോ? കബഡി കണ്ടുപിടിച്ചത് മലയാളികൾ തന്നെയാണ്. ഒത്തിനും വെറുതെ ഇങ്ങനെ നടന്നു പോകുമ്പോ അവന്റെ കാല് വരും നിലത്തടിക്കുന്നത് മലയാളികളുടെ സ്വഭാവമല്ലേ? അപ്പൊ കബഡി കണ്ടുപിടിച്ചത് മലയാളികൾ തന്നെയാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, മലയാളി കണ്ടുപിടിച്ച വേറെ സംഭവം കൂടി ഉണ്ട്. ഒരു പലഹാരാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പലഹാരോ? മലയാളി. അയ്യോ, പുട്ടല്ല, പുട്ടിന്റെ വേറെ സംഭവമാണ്, നൂൽപുട്ട്. അതെങ്ങനെയാ? അതെ, ഇത്രയധികം കുരുക്കുണ്ടാക്കി വെക്കാം മലയാളികൾക്കല്ലേ പറ്റൂ. ഓ, നൂൽപുട്ട്, ഇടിയപ്പം. ഇടിയപ്പം. സാറിനോട് എന്തെങ്കിലും ചോദിക്കണോ? നമസ്കാരം. എനിക്ക് സാറിന്റെ അടുത്ത് ഒരു കാര്യം പറയാം, ഒരു വിഷമം പോലും. സാർ എന്ത് പണിയാ സാറേ? ഒരു 6ാം ക്ലാസ്സിൽ, കേവലം ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്നോട് ചെയ്യാൻ പറ്റിയ പണിയാണ് സാർ കാണിച്ചത്. എന്തൊരു വിഷമുണ്ട് സാറേ എനിക്ക്. എന്താ ചെയ്ത് ജോണി സാർ? എന്താ ചെയ്ത്? ഒന്നും ചെയ്തിട്ടില്ല. കേക്കണം. ഒരു 8-10 പ്രാവശ്യമെങ്കിലും ഞാൻ ഈ സാറിന് ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് അയച്ചതാ. അക്സെപ്റ്റ് ചെയ്തില്ലെന്നേ. അതാ അതെ, ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ഞാൻ കരയണമൊന്നുമില്ല. പക്ഷെ എനിക്ക് അടുത്ത സിനിമയിൽ ഒരു ചാൻസ് വേണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചാൻസ് കിട്ടുമോ? അപ്പൊ ശരി, എനിക്ക് ചാൻസ് ഒക്കെ തരാന്ന് പറഞ്ഞിട്ട് താങ്ക് യു. അപ്പൊ ശരി, കാണാം. ഓക്കെ. എന്താണ് എന്താണ് അവിടെ പോയാലേ ശരിയാവില്ല. ഞാനിവിടെ ഇല്ലാന്നങ്ങ് പറഞ്ഞാ മതി. ഞാനിവിടെ ഇങ്ങനെ നിന്നോളാം. എന്റെ അടുത്ത് നിൽക്കണ്ട. എന്താ പ്രശ്നം? അല്ലേ, ഈ കപ്പിന്റെ യഥാർത്ഥ ഉടമസ്ഥന്മാർ അവിടെ വന്ന് ഞാനിവിടെ നിന്നോളാം. വേണമെങ്കിൽ ഒളിച്ച് നിക്കണോ? മറച്ചടിക്കണോ? അപ്പൊ നമ്മള് തോപ്പിൽ ജോപ്പൻ ടീമിന്റെ കൂടെ ഇത്രയും നേരം ഞങ്ങൾക്ക് സമയം ചെലവഴിക്കാൻ സാധിച്ചതിലും ഞങ്ങളുടെ ഈ വേദിയിൽ വന്നിട്ട് വിശേഷങ്ങൾ പങ്കുവച്ചതിലും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. പടം നന്നായിട്ട് പോകുന്നു. ഇനിയും ആളുകൾ വരട്ടെ, തിയേറ്ററിൽ നല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവട്ടെ തോപ്പിൽ ജോപ്പൻ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് തോപ്പിൽ ജോപ്പൻ ടീമിന് സ്പെഷ്യലി എന്താണ് പ്രേക്ഷകരോട് പറയാൻ? നിങ്ങൾ എല്ലാവരും തോപ്പിൽ ജോപ്പൻ പോയി കാണണം. തോപ്പിൽ ജോപ്പൻ ഒരു വൻ വിജയമാക്കണം. കാരണം മലയാളികൾ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട സിനിമയാണ്. 2 മണിക്കൂർ 10 മിനിറ്റ് തിയേറ്ററിൽ നിന്ന് ചിരിച്ചിറങ്ങി പോകാവുന്ന കുടുംബസമേതം
കാണാവുന്ന സിനിമയാണ് തോപ്പിൽ ജോപ്പൻ. സൂപ്പർ. എല്ലാവിധ ആശംസകളും ഈ ടീമിന് ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. പുതിയ അതിഥികളും പുതിയ തമാശകളുമായി ഇത് കോമഡി സൂപ്പർ. Yeah.